നിജേഷ് അരവിന്ദ്, ഇപ്പോൾ ഈ ക്യാമ്പുകളിൽ അവിടെ വിസിറ്റേഴ്സിന് അനുവാദമില്ല, അതായത് അവരുടെ സ്വകാര്യത സംരക്ഷിക്കും. അതാണ് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞിരുന്നത്. അത്രത്തോളം അക്കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ വച്ചിരുന്നു. പക്ഷേ പോകെ പോകെ ക്യാമ്പുകളുടെ അവസ്ഥ, അവിടെ വളണ്ടിയർമാരായി എത്തുന്നവർ കൃത്യമായി പ്രതികരിക്കാത്ത അവസ്ഥ, ഒരുപക്ഷെ അവരുടെ പരിചയക്കുറവുണ്ടാകാം, അല്ലെങ്കിൽ അവരോട് ആ ഒരു സഹാനുഭൂതിയോടെ പെരുമാറാത്ത ചിലരെങ്കിലും ഉണ്ടാകുമല്ലോ. ഇപ്പം എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല. അതൊരു മുഴുവൻ സംവിധാനത്തിൻ്റെ കുഴപ്പമായിട്ടല്ല കാണേണ്ടത്, ചില ആളുകളുടെ കുഴപ്പമായിരിക്കും. അപ്പോൾ അതിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് കൃത്യമായി ഇടപെടാനും ആ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനും ഒക്കെ കഴിയും. അതിൽ നിങ്ങൾക്കും ഒരു പങ്കുണ്ട്, നിങ്ങളും ചെയ്യേണ്ടതാണ് നിജേഷ്. തീർച്ചയായിട്ടും. നമ്മൾക്കറിയാമല്ലോ, കഴിഞ്ഞ 10-13 ദിവസമായി അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒരു കാലത്തും കേരളം കാണാത്തതാണ്. ഇത്രയേറെ ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ഒരു വല്ലാത്തൊരു അവസ്ഥയെ അതിജീവിക്കാനുള്ള ശ്രമമാണ്. അതുകൊണ്ടാണ് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചത്. കാരണം ഒരു വാക്കോ ഒരു നോക്കോ ഈ ഒരു പ്രസ്ഥാനത്തിന്, അതായത് ചേർന്ന് നിന്നുള്ള ഈ പോരാട്ടത്തിന് തടസ്സം വരരുത്. അതുകൊണ്ട് തന്നെയാണ് അല്ലാതെ ഒരുമിച്ച് ചേർക്കുന്നത്. എന്ത് പ്രശ്നങ്ങളുണ്ട് എങ്കിലും അത് പരിഹരിക്കാൻ കഴിയും എന്നൊരു മാനസികാവസ്ഥ അവിടെ വന്നിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കുണ്ട്, ജനപ്രതിനിധികൾക്കുണ്ട്. അവരങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോൾ റാഷിദ് തന്നെ സംസാരിക്കുമ്പോൾ റാഷിദ് തന്നെ വളരെ വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. കാരണം ആ ഒരു വാക്ക് എൻ്റെ പരാതിയല്ല, പക്ഷേ ക്യാമ്പിലുള്ള പൊതുവായിട്ടുള്ള ചില അസൗകര്യങ്ങളെപ്പറ്റി ഞാൻ സൂചിപ്പിക്കുകയാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. അതിനോട് ശ്രീ ശശീന്ദ്രൻ മുൻ MLA പ്രതികരിച്ചത് അത് പരിഹരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഇന്ന് ഈ ചർച്ചയിൽ കേട്ട കാര്യങ്ങൾ എനിക്ക് എൻ്റേതായ സോഴ്സ് അവിടെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് ഞാനത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തും. ഞാനത് ഇന്നെന്ത് ചെയ്യും അത് വിളിച്ചു പറയുകയല്ലല്ലോ വേണ്ടത്. ഞാനതിൻ്റെ പരിഹാരം, ഇപ്പോൾ നമ്മൾക്ക് തന്നെ അറിയാം, വാഹനം നഷ്ടപ്പെട്ട ആളുകൾക്ക് വാഹനം കൊടുക്കാൻ, തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കൊടുക്കാൻ. ഈ ഒരു പുനരധിവാസം എന്ന് പറയുന്നത് എളുപ്പമല്ല. നമ്മൾക്കൊക്കെ അവിടെ പോയ ആളുകൾക്ക് അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവും. 3 ഗ്രാമങ്ങൾ ഏകദേശം ഇല്ലാതായി കഴിഞ്ഞു. എന്തെല്ലാം ചുറ്റുപാടുകളാണ് അവിടെ ഉണ്ടാവുക. അവിടുത്തെ കൃഷി, അവിടുത്തെ ജീവിത സാഹചര്യം, അവിടുത്തെ വീട്, അവിടുത്തെ സ്കൂൾ, കുടുംബം, നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഇന്നിപ്പോൾ മന്ത്രി ശശീന്ദ്രൻ അവിടെ കരഞ്ഞു പോയി. നമ്മൾ ആലോചിച്ച് നോക്കും, 17 വയസ്സുകാർ അച്ഛനെ തിരഞ്ഞ് നടക്കുന്നു. അച്ഛനുള്ളവർ, അമ്മയില്ലാത്തവർ, കുട്ടികളില്ലാത്തവർ. അവിടെ നമ്മൾ വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ ആളുകൾ വന്നു, ഇന്നത് ചെയ്യും എന്നൊന്നും ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു വല്ലാത്ത യാഥാർത്ഥ്യത്തിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെച്ചിട്ടുള്ളത്. ആ യാഥാർത്ഥ്യത്തിനെ അതിജീവിക്കണമെങ്കിൽ വലിയ ഒരു മനസ്സ് വേണം. അവിടെ ഒരു ചെറിയ മുതലെടുക്കൽ പോലും എന്നെ പോലെയുള്ള രാഷ്ട്രീയക്കാരൻ വാക്കുകൊണ്ട് നടത്തി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ശാപം എന്ന ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ടാണ് പറയാത്തത്. പക്ഷേ ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുക എന്ന വല്ലാത്തൊരു മനസ്സ് നമ്മൾ കേരളം കാണിക്കുന്നുണ്ട്. നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാൽ വയനാടിനെ സഹായിക്കുക എന്നൊരു മനസ്സുണ്ട്. അത് പറഞ്ഞുകൊണ്ടല്ല, അല്ലാതെ സഹായിക്കുക. നമ്മളെ പുനരധിവാസ പ്രക്രിയ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കേരളം ഒരു കാലത്തും കണ്ടിട്ടില്ലാത്ത ഒരു പ്രക്രിയയ്ക്ക് ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കണം, ജോലി കൊടുക്കണം. ഇപ്പം നമ്മൾ ഈ ക്യാമ്പിൽ നിന്ന് പിരിച്ചു പോകുന്ന സമയത്ത്, ഇപ്പോൾ ക്യാമ്പ് ആയതുകൊണ്ട് ഇപ്പോൾ റാഷിദ് തന്നെ പറയുന്നു, 3 കുട്ടികളും കുടുംബവും 12 പേർ അവിടെ നിൽക്കുന്നു, ഒരു സമൂഹമായി നിൽക്കുന്നു. ക്യാമ്പിൽ നിന്ന് അവർ പുറത്തേക്ക് ഒരു വാടക വീട്ടിലേക്ക് പോകുന്ന സമയത്ത് കുടുംബമായിട്ട് പോകുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ. ബാക്കിയുള്ളവരുടെ കുടുംബത്തിലെ ചില ആളുകൾ മാത്രമേ ഉള്ളൂ. അവരെങ്ങനെ ഒറ്റപ്പെട്ടൊരു വീട്ടിൽ താമസിക്കും എന്ന ചോദ്യം പോലും, മാനസിക സംഘർഷത്തിൻ്റെ ചോദ്യം പോലും നമ്മുടെ മുന്നിലുണ്ടാവും. ഒരു വലിയ മാനസിക സംഘർഷമാണ് അവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനെയൊക്കെ എങ്ങനെ അതിജീവിക്കും എന്നുള്ള ഒരു കഠിന പ്രയത്നത്തിലാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കാണാത്ത ഒരു മേഖലയിലേക്കാണ് പോയിരിക്കുന്നത്. അവിടെയുള്ള മറുപടികൾ വാക്കുകൊണ്ട് പറയാൻ പറ്റുന്നതല്ല, പ്രാക്ടിക്കൽ. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ പരിഹാരം ഉണ്ടാക്കണം, നാളെ ഫേസ് ചെയ്യാൻ പോകുന്നതിന് മറ്റന്നാൾ പരിഹാരം ഉണ്ടാക്കണം. ആ രീതിയിൽ നമ്മൾക്കിതിനെ ഫേസ് ചെയ്തേ മതിയാകും. നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. ഇതൊക്കെ പറയുമ്പോഴും നമ്മൾക്കൊക്കെ നമ്മുടെ തലയ്ക്ക് മുകളിൽ ഡെമോക്രസിൻ്റെ വാള് തൂങ്ങിക്കിടക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് വൈകുന്നേരം ഒരു മിന്നലും മഴയും വന്നപ്പോൾ ആളുകളുടെ പാലമടച്ച് അവിടുന്ന് രക്ഷപ്പെട്ടു വരേണ്ട അവസ്ഥ. ഇന്നലെ വന്നിരിക്കുന്ന പ്രകമ്പനം, കേരളത്തിലുടനീളം പ്രകമ്പനം, എന്ത് സംഭവിക്കുമെന്നറിയാത്ത ഒരു സാഹചര്യം, ഇനിയും മഴ വരുന്നു എന്നുള്ള ഒരു വലിയ മുന്നറിയിപ്പ്, ഇതെല്ലാം വരുന്ന സമയത്ത് മാനസിക സംഘർഷം കേരളത്തിലുടനീളം ഭരണാധികാരികൾക്ക് മാത്രമല്ല എല്ലാ ജനത്തിനുമുണ്ട്. ഇതിനെയൊക്കെ അതിജീവിക്കാനുള്ള ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ കൈകോർത്ത് പിടിക്കേണ്ട ആളുകളാണ് നമ്മൾ, ഹൃദയം ചേർത്ത് വെക്കേണ്ട ആളുകളാണ് നമ്മൾ. ഇന്നലെ കഴിഞ്ഞ 13 ദിവസമായി മറ്റെല്ലാം മാറ്റിവെച്ചുകൊണ്ട്, ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, രാഷ്ട്രീയമില്ല, പണമില്ല, അതിനപ്പുറത്തേക്ക് ഇപ്പോൾ തന്നെ നമുക്കറിയാം, വാർത്താ ചാനലുകളൊക്കെ ഞാൻ പറയുന്നു, നേരത്തെയൊക്കെ ഉണ്ടായിരിക്കുന്ന സ്ഥലത്ത് പലപ്പോഴും ആദ്യ വാർത്ത ഞങ്ങൾ എത്തിക്കുക എന്നൊരു മത്സരമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ ഒരു വയനാട് ദുരന്തത്തിൽ കണ്ടിരിക്കുന്നത് യാഥാർത്ഥ്യങ്ങളോട് സംവദിച്ചുകൊണ്ടാണ്
പറഞ്ഞുകൊണ്ടാണ് ചാനലുകൾ കടന്നുപോയത്. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ആദ്യ വാർത്ത എത്തിക്കുന്നതിനപ്പുറത്ത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള വലിയ ഒരു മാധ്യമ സംസ്കാരമാണ് വയനാട്ടിലൂടെ കടന്നു പോകുന്നത്. രാഷ്ട്രീയക്കാർ ചേർന്നത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സന്നദ്ധ സംഘടനകൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. വിളിച്ചു പറയാതെ വാക്കുകൊണ്ടല്ലാതെ പ്രവൃത്തി കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ സമാനതകളില്ലാത്ത ഒരു വല്ലാത്തൊരു സംസ്കാരം കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്, വയനാട്ടിൽ രൂപപ്പെട്ടിട്ടുണ്ട്. നമുക്കത് തുടർന്ന് കൊണ്ടുപോകണം. ഒരു ചർച്ച പോലും അതിൽ നെഗറ്റീവ് ആകാൻ പാടില്ല. പോസിറ്റീവായിക്കൊണ്ട് എല്ലാം മറന്നു വെച്ചുകൊണ്ട് പോസിറ്റീവായിക്കൊണ്ട് വളരെ പെട്ടെന്ന് ഇവരെയൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യമായ ഒരു നടപടികളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന ഒരു ശുഭാപ്തി വിശ്വാസം. ഓരോ ചർച്ചയും, ഓരോ വൈകുന്നേരത്തെ ചർച്ചയും, ഓരോ വാർത്തയും, ഓരോ വാക്കും അതിന് ഗുണപരമാവട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. കഴിയാവുന്നതൊക്കെ, ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യും എന്ന ഉറപ്പ്, അത് വിളിച്ചു പറയാതെ ചെയ്യും എന്ന ഉറപ്പ് മാത്രം ഇവിടെ തരുന്നു.